എടുത്തു. എൻ്റെ കയ്യിലുള്ളത് എഗ്. എൻ്റെ കയ്യിലുള്ളത് ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ. എഗ് ജസ്റ്റ് ഒന്ന് ടേബിളിൽ റോൾ ചെയ്യാവോ? ഇന്ന് വാട്ടർ ഒന്ന് ഷെയ്ക്ക് ചെയ്യാമോ? ജസ്റ്റ് ഒന്ന് മുകളിൽ നിന്ന് താഴെടാവോ? ഓക്കെ. പൊട്ടിയോ? എഗ് അല്ലേ പൊട്ടി. അത് കുറച്ചൊന്ന് കുടിക്കാമോ? ഈ കയ്യിൽ നിന്ന് ആ കയ്യിലോട്ട് ഇടാവോ? കയ്യിലേക്ക് ഇടാം, കാരണം ഐ ലവ് പ്രോട്ടീൻ. അത് കയ്യിലിട്ടാ പ്രോട്ടീൻ കിട്ടുമോ? എഗ് ആയതുകൊണ്ട് മാത്രം പൊട്ടിയാലും ഞാനിടും. വെള്ളമൊന്നുമില്ലല്ലോ എഗ്ഗിന്. ഫ്രഷ് എഗ്ഗാ. ഒരു തുള്ളി വെള്ളം ഒഴിക്കാൻ പറ്റുമോ? വെള്ളം പാഴാക്കരുതെന്നാ. വാട്ടർ ഇസ് ഇമ്പോർട്ടൻറ്റ്. യു കെയിലൊക്കെ എന്താ ബില്ലെന്ന് അറിയോ? ഇപ്പൊ വാട്ടർ ബില്ല് കൂട്ടി. പൊട്ടിച്ചിട്ട് ഓംപ്ലേറ്റ് പോലെ ഇടാൻ പറ്റുമോ? കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് അമ്പലത്തിലൊക്കെ നമുക്ക് പുണ്യാഹം തരുമ്പോൾ നമ്മളിങ്ങനെ കുടിക്കില്ലേ, എന്നിട്ട് തലയിൽ വയ്ക്കില്ലേ, അതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. നിനക്ക് കാണില്ലേ ഞാൻ വെള്ളം ഇങ്ങനെ തലയിൽ കൂടെ? ഇങ്ങനെ ഇരുന്നോളാം, കുഴപ്പമില്ല, നീ ചെയ്തോ. കുടിച്ചു. തലയിലാക്കി ആ ഷെല്ല് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഞെരിച്ചതാ. മേളിൽ നിന്ന് നിലത്തി കിട്ടും. നിനക്ക് എഗ്ഗ് ഭയങ്കര ഇഷ്ടമാണല്ലോ, അപ്പൊ നിനക്ക് ആ മഞ്ഞ എടുത്തിട്ട് റോ ആയിട്ട് കഴിക്കാൻ പറ്റും. ഇതിങ്ങനെ വേൾഡിലത്തെ ഏറ്റവും നല്ല ഫുഡ് എഗ്ഗാണെന്ന് പറയണേ. ചെറുപ്പത്തിലൊക്കെ നമ്മള് ഇപ്പോൾ മുട്ടയൊക്കെ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുവരുന്ന സമയത്ത് പൊട്ടിച്ചിട്ട് കഴിക്കായിരുന്നു. മറ്റേ സിനിമയിലൊക്കെ, മമ്മൂട്ടിയുടെ ഒരു സിനിമയിലുണ്ട്, മുട്ട പൊട്ടിച്ചിട്ട് സെമി ബോയിൽ ചെയ്തിട്ട് പൊട്ടിച്ച് കഴിക്കുക. പച്ചയാണോ? ഞാൻ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട്, ഇപ്പൊ കഴിക്കാൻ വേണമെങ്കിൽ കേട്ടാ. വോൾഗ എന്ന് പറഞ്ഞൊരു ബാറുണ്ട് തൃശ്ശൂരിൽ. ഡിഗ്രി കഴിഞ്ഞുള്ള ഒരു പ്രായത്തിൽ ബീറൊക്കെ അടിക്കാൻ പോകുമ്പോൾ അവിടെ നല്ല ഹാഫ് ബോയിൽഡ് എഗ് കിട്ടും. അന്ന് ഫേവറേറ്റ് സാധനമാണ്. അതേപോലത്തെ രുചി അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. കഴിക്കാൻ പറ്റില്ല, അൺഹെൽത്തി അല്ലേ? എനിക്ക് തോന്നുന്നത് എന്തായാലും എഗ് ആയിരിക്കും. കാരണം എഗ് ഷെല്ലിന്റെ സൗണ്ട് കേട്ടു. കഴിക്കാൻ പറഞ്ഞ് കഴിച്ചിട്ടുണ്ടാവും. റോ ആയിട്ടുള്ള കഴിച്ചിട്ടുണ്ടാവും. റോ ആയിട്ടുള്ളത് മനുഷ്യന്മാര് കഴിക്കുമെന്ന് മാത്രമേ എനിക്ക് ഡൗട്ടുള്ളൂ. പക്ഷെ അതെനിക്കറിയില്ല. നിന്റെ ഇരിക്കുന്നത് ഒരു ബോട്ടിൽ എന്തോ ലിക്വിഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ അത് വെള്ളമാണോ എന്നുള്ളത് എനിക്ക് ഒരു ഉറപ്പില്ല. എനിക്ക് ഇതിപ്പോൾ കേട്ട സൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ കുറച്ച് കട്ടിയുള്ള ലിക്വിഡില്ലേ അത് നമ്മൾ കുലുക്കുമ്പോൾ ഒരു സൗണ്ട് പോലെ ആയിട്ട് എനിക്ക് തോന്നി. വെള്ളമല്ല എന്ന് ഞാൻ പറയുന്നു. അതാണ് ഈ സൗണ്ട് കേട്ടെ. ഞാൻ പറഞ്ഞില്ലേ വെള്ളമല്ലാന്ന്. കാരണം വെള്ളം കയ്യിലൊക്കെ നീ തലയിലാക്കിയില്ല. പിന്നെ തലയിലൂടെ കുളിക്കണ്ടേ? ഞാനാണോ മണ്ട? കഴിച്ചില്ലേ?